സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളോട് രക്ഷിതാവായ ദൈവപുത്ര, ഞങ്ങളോട് പരിശുദ്ധ റൂഹായ ദൈവമേ, ഞങ്ങളോട് ഏകദൈവമായ പരിശുദ്ധമേ, ഞങ്ങളോട് ചെയ്യണമേ. സ്വർഗീയനാഥ, ഈ പ്രഭാത സമയത്ത് നിന്റെ അടുക്കൽ വരുന്നു നിന്റെ കരുണയ്ക്കായി യാചിക്കുന്നു. കാത്തിരിപ്പിന്റെ നാളുകളായ സമയത്ത് നിന്റെ കൃപ ഞങ്ങളോടുകൂടി ഇരിക്കുകയും രാവും പകലും നിന്റെ ഏവങ്കേലികളിലെ കൽപ്പനകളെ ധ്യാനിപ്പാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യണം. കർത്താവിനാൽ അനുഗ്രഹീതരുടെ കൂട്ടമേ, 38-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം വായിക്കട്ടെ. നിന്റെ നീരസം ഹേതുവായ എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എന്റെ പാപം ഹേതുവായ എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. ഈ സങ്കീർത്തനത്തെ കുറിച്ച് ഇന്നലെ നാം ചിന്തിച്ചതാണ്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഈ വാക്യത്തെക്കുറിച്ച് മാത്രം നമുക്ക് ഇന്ന് ചിന്തിക്കാം. തന്റെ പാപത്തിന്റെ ഫലമായ ശിക്ഷാവിധി മാത്രമാണ് അവന് ലഭിച്ചിരിക്കുന്നത് എന്നവൻ സമ്മതിക്കുന്നു. മനോവേദനയും ശാരീരികാസ്വസ്ഥവും പാപത്തിന്റെ ശിക്ഷാവിധിയാണെന്ന് വിവരിക്കുന്നു. ഇന്ന് ഡോക്ടർമാരെ സമീപിക്കുന്ന രോഗികളിൽ ഏറിയ പങ്കും മനസ്സിനെ ഭരിക്കുന്ന വിദ്വേഷം, ഭയം, ക്രോധം, കുറ്റബോധം തുടങ്ങിയ വികാരങ്ങൾ ശരീരകോശങ്ങളുടെ പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കുന്നത് കൊണ്ടാണ് രോഗികളാവുന്നതെന്ന് അസന്ദിഗ്ധമായി തെളിയിക്കപ്പെടുന്നു. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ സ്നേഹത്തിന് പകരം വിദ്വേഷം നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുവാൻ അനുവദിച്ചാൽ അത് ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുകയും ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ സ്വൈര്യ ഐക്യവും താളക്രമവും തെറ്റിക്കുകയും ചെയ്യും. ഈ താളം തെറ്റലുകളാണ് രോഗം. അതിനാൽ വികാരതലത്തിലുള്ള പിരിമുറുക്കവും താളപ്പിഴയും ശരിപ്പെടുത്താതെ വിഷവരന്മാർക്ക് എത്ര സമൃദ്ധമായി ചികിത്സിച്ചാലും രോഗം ഭേദമാകുകയില്ല. യഹോവയുടെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിന് സൗഖ്യമില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും എന്റെ പാപം ഹേതുവായിട്ടാണ് എന്റെ അസ്ഥികളിൽ സ്വസ്ഥയില്ലാതായത് എന്ന് സങ്കീർത്തനക്കാരൻ സമ്മതിക്കുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ തളച്ചിട്ടിരിക്കുന്ന ഒരു തടവുകാരനോട് ആരാണ് നിന്നെ തളച്ചത് എന്ന ചോദ്യത്തിന് എന്നെ ബന്ധനസ്ഥനാക്കിയത് എന്റെ യജമാനാണ് എന്ന് പറഞ്ഞെങ്കിലും ചങ്ങല തീർത്തത് അവൻ തന്നെയാണെന്ന് ഏറ്റുപറയുന്നു. കർത്താവിനാൽ അനുഗ്രഹീതര്, പെന്തക്കോസ്ത് നാളിലേക്ക് നാം സമീപിക്കുമ്പോൾ കഷ്ടമനുഭവിച്ച് മരിച്ചുയർത്തവനായ കർത്താവിന്റെ സന്നിധാനത്തിൽ നമുക്ക് അടുത്തിയല്ല, നമ്മുടെ അനവധിയായ പാവങ്ങളെക്കുറിച്ച് ഏറ്റുപറയാം. ഈ കാത്തിരിപ്പിന്റെ നാളിൽ നമ്മെ തന്നെ ഒന്ന് ഒരുക്കി പുതുക്കി പുതിയ സൃഷ്ടിയാക്കാം. നമ്മുടെ ശ്രദ്ധയില്ലാത്ത വാക്കുകളും പെരുമാറ്റങ്ങളും നമ്മുടെ മനസ്സിന്റെ ചിന്തകളും എല്ലാം ക്രമീകരിച്ച് ദൈവത്തിന് ഹിതമുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. എന്നെ വധിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങൾ വിളിക്കുന്നതിന്റെ സഹായത്തിനായി നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. എല്ലാം ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾ മാറാകണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.